ജനുവരിയിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവതരണ ഗാനത്തിന് നൃത്താവിഷ്കാരം ഒരുക്കാനാണ് പ്രമുഖ നടിയെ വിദ്യാഭ്യാസ വകുപ്പ് സമീപിച്ചത്. 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഗാനത്തിന് നൃത്തച്ചുവടുകൾ ചിട്ടപ്പെടുത്തണം. പ്രമുഖ നടി ഇതിനായി 5 ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ചു. ഇതാണ് മന്ത്രി വി ശിവൻകുട്ടിയെ പ്രകോപിപ്പിച്ചത്. ഇന്നലെ തിരുവനന്തപുരം വെഞ്ഞാറമൂട് നടന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി പ്രമുഖ നടിക്കെതിരെ പരസ്യമായി ആഞ്ഞടിച്ചു. നടൻ സുരാജ് വെഞ്ഞാറമൂട് ഉൾപ്പെടെയുള്ളവർ ഉള്ള ചടങ്ങിലായിരുന്നു മന്ത്രിയുടെ രോഷപ്രകടനം. നമ്മുടെ കുട്ടികളെ ഒരു 10 മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത്. 5 ലക്ഷം രൂപയാണ് ചോദിച്ചത്. എത്ര അഹങ്കാരം, പണത്തോടുള്ള ആർത്തി അവർക്ക് തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മന്ത്രിയുടെ പ്രസംഗം വാർത്തയായതോടെ സമൂഹമാധ്യമങ്ങളിൽ നടി ആരെന്ന ചർച്ച സജീവമാണ്. എന്നാൽ നടിയുടെ പേര് മന്ത്രി വെളിപ്പെടുത്തിയിട്ടില്ല. പേര് പുറത്തു പറയില്ലെന്ന നിലപാടിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. എന്നാൽ പ്രതിഫലം ചോദിച്ച നടിയുടെ നിലപാടിനെ വിമർശിച്ചും അനുകൂലിച്ചും സമ്മിശ്ര പ്രതികരണങ്ങളാണ് പൊതുസമൂഹത്തിൽ നടക്കുന്നത്. ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം ചോദിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ചിലർ. പ്രതിഭകളെ വാർത്തെടുക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പ്രതിഫലം ചോദിച്ചത് തെറ്റെന്ന് മറ്റു ചിലർ. മന്ത്രിയുടെ വിമർശനത്തിന് ആ നടി തന്നെ മറുപടി പറയട്ടെ എന്നാണ് ചിലരുടെ അഭിപ്രായം. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇതിനൊരു വിശദീകരണവുമായി സ്വമേധയാ ആ നടി തന്നെ രംഗത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. നടൻ സുധീർ കരമനയുടെയും നർത്തകൻ RLV രാമകൃഷ്ണന്റെയും നർത്തകി നീന പ്രസാദിന്റെയും പ്രതികരണം ലഭ്യമാണ്. അതിലേക്ക് ഞാൻ എപ്പോഴും പറയുന്നത്, ഈ കലോത്സവം എന്നൊക്കെ പറഞ്ഞാൽ സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയാണ്. സർക്കാർ അതിലൂടെ പ്രത്യേകിച്ച് വരുമാനമൊന്നും കിട്ടുന്ന ഒരു പരിപാടിയല്ല. അതിനാൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിക്ക് നമ്മൾ ഒരിക്കലും കാശി ചോദിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. മന്ത്രി ഇന്നലെ, വളരെ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നലെ വേദിയിലത് പറഞ്ഞപ്പോൾ ശരിക്കും വളരെയധികം ഇത് തോന്നി. ഞാനും ഉണ്ടായിരുന്നു, ശ്രീ സുരാജ് വെഞ്ഞാറമൂടും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും പറഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും വിഷമമാണ് തോന്നിയത്. കാരണം പലപ്പോഴും സർക്കാരിന്റെ ഇത്തരത്തിലുള്ള പരിപാടികൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടികളിൽ നമ്മൾ തന്നെ നേരിട്ട് പോയി പരിപാടിയിൽ പങ്കെടുക്കുകയാണ് പതിവ്. അത് മാത്രമല്ല, മിക്കവാറും ഇന്ന് സിനിമയിലുള്ള ഒരുപാട് പേര് കലോത്സവ വേദികളിൽ നിന്നും സിനിമാ രംഗത്തേക്ക് വന്നതാണ്. അങ്ങനെ പ്രതിഫലം ചോദിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി പറയുമ്പോൾ അതിന് കാരണം കാണുമായിരിക്കാം. അതൊട്ടും പ്രതിഫലം ചോദിച്ചത് ശരിയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ സിനിമാ നടികളുടെ പരിപാടിയാണെങ്കിൽ 5 ലക്ഷം 10 ലക്ഷം ഒക്കെ അവർക്ക് കിട്ടുന്ന സാഹചര്യം നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ ഇത് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നിപ്പോ ഈ സ്കൂൾ കുട്ടികളുടെ ഈ കലോത്സവം ഏഷ്യയിലെ 1ാമത്തെ മേള എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ആകുന്ന ഈ മേളയിൽ ഇങ്ങനൊരു അവസരം കിട്ടുക എന്ന് പറയുകയാണെന്ന് വെച്ചാൽ എന്നെ പോലെ ഒരു കലാകാരൻ, എന്നെ പോലെ ഒരുപാട് കലാകാരന്മാർ ഇവിടെ പുറത്തു നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇതൊരു അംഗീകാരമായിട്ട് അവർ ഒരു പക്ഷേ ഒരു സൗജന്യ സേവനമായിട്ട് ചെയ്ത് കൊടുത്തേനെ. ഇത് സിനിമാ താരങ്ങളുടെ പുറകെ പോയത് തന്നെയാണ് ഇതിന്റെ അവരുടെ ഒരു ബ്രാൻഡിന്റെ ഒരു വിലയായിരിക്കാം ഒരു പക്ഷെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക. നമുക്കതിന് എതിര് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും എന്റെ ഒരു അഭിപ്രായവും എന്റെ ഒരു സാഹചര്യവും വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു ഭീമമായ തുക തന്നെയാണ്. കാരണം ഒരുപാട് കുട്ടികളെ പഠിക്കാൻ തീരുമാനിച്ച അവർ പറഞ്ഞ ഇതിനോട് യാതൊരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. യൂത്ത് ഫെസ്റ്റിവലിൽ വളർന്നു വന്നു അതെല്ലാം മറ്റൊരു കാര്യം. യൂത്ത് ഫെസ്റ്റിവൽ ഇന്ന് പൂർണ്ണമായും ഒരു പണക്കൊഴുപ്പിന്റെ ഇടമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോ ആ കല എന്നുള്ളതല്ല, വിലയേറിയ സമയം, അത് അധ്വാനിക്കുന്ന സമയം, ഇതെല്ലാം തന്നെ ഓരോരുത്തർക്കും ഓരോ മൂല്യമാണ് അവർ നൽകുന്നത്. അവരവരുടെ കലയ്ക്കും അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്തിനും അവർ നൽകുന്ന മൂല്യമാണ് അവർ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വേണ്ട. ഇതിലപ്പുറം അതിന് യാതൊരു പ്രസക്തിയുമില്ല.